നമസ്കാരം. മഴ ദൗർലഭ്യം നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെ സാരമായി ബാധിക്കുന്നുണ്ട്. സമാന്തരമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. കാറ്റിൽ നിന്നും സോളാറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. അതിന്റെ ഭാഗമായി പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയായ PM സോളാർ പാനൽ യോജന 2018 മുതൽ നടന്നുവരുന്നു. കേരളത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് KSEBിക്കാണ്. 3 കിലോവാട്ടിൽ താഴെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് 40%, 3 മുതൽ മുകളിലേക്ക് 20%മാണ് സബ്സിഡി ലഭിക്കുക. 1 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിന് ഏകദേശം 42,000 രൂപ ചെലവ് വരും. 1 കിലോവാട്ട് പ്ലാന്റിൽ നിന്ന് പ്രതിദിനം 4 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സാധാരണ ഒരു കുടുംബത്തിന് ഒരു ദിവസം ഗാർഹിക ആവശ്യത്തിനായി 6 മുതൽ 8 യൂണിറ്റ് വൈദ്യുതിയാണ് ആവശ്യമായി വരുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം അധികമുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് ഗ്രിഡ് വഴി വാങ്ങുകയും വർഷത്തിൽ ഇതിന്റെ തുക ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യും. നിലവിൽ സംസ്ഥാനത്ത് 10 കിലോവാട്ടിൽ താഴെയുള്ള പ്ലാന്റുകളാണ് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിരപ്പായ പ്രതലത്തിലുള്ള പുരപ്പുറങ്ങളാണ് പ്ലാന്റ് നിർമ്മിക്കാൻ അനുയോജ്യം. തെക്കൻ ചായ്വിൽ നിന്നുള്ള വെയിൽ ലഭിക്കുന്നതിന് 10 ഡിഗ്രി തെക്കോട്ട് ചായ്ച്ചാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പദ്ധതി 2026 മാർച്ച് 3 വരെ കേന്ദ്ര സർക്കാർ നീട്ടി. പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകർ 2024 മാർച്ച് 15-നകം അപേക്ഷിക്കണം. ഇതിനായി കേന്ദ്ര സർക്കാർ 2022 ദേശീയ പോർട്ടൽ സ്ഥാപിച്ചു. www.solarrooftop.gov.in എന്ന പോർട്ടലിൽ കയറി കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാനും രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇനി പറയുന്നവ ഉപയോഗിച്ച് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വൈദ്യുതി വിതരണ കമ്പനി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ നൽകുക. മൊബൈൽ നമ്പർ നൽകുക. ഇമെയിൽ നൽകുക. പോർട്ടലിൽ നിന്നുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ദയവായി പിന്തുടരുക. 2ാം ഘട്ടം, ഉപഭോക്തൃ നമ്പരും മൊബൈൽ നമ്പരും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഫോം അനുസരിച്ച് റൂഫ് ടോപ്പ് സോളാറിനായി അപേക്ഷിക്കുക. 3ാം ഘട്ടം, ഡിസ്കോമിൽ നിന്നുള്ള സാധ്യതാ അനുമതിക്കായി കാത്തിരിക്കുക. നിങ്ങൾക്ക് സാധ്യതാ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പാനലിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും വിതരണക്കാരെ തിരഞ്ഞെടുക്കുക. 4ാം ഘട്ടം, വൈദ്യുതി വിതരണ കമ്പനി ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കുക. 5ാം ഘട്ടം, നെറ്റ് മീറ്റർ സ്ഥാപിച്ച് ഡിസ്കോമിന്റെ പരിശോധനയ്ക്ക് ശേഷം അവർ പോർട്ടലിൽ നിന്ന് കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് സൃഷ്ടിക്കും. 6ാം ഘട്ടം, കമ്മീഷനിംഗ് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും റദ്ദാക്കിയ ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കും. കേരളത്തിലെ പദ്ധതി നടത്തിപ്പ് KSEBിക്കാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായി ഇതിനെ കേരളീയവൽക്കരിച്ച് കേരളത്തിൻ്റെതാക്കി മാറ്റി. PM സോളാർ പാനൽ യോജന എന്നും മിണ്ടിയില്ല. അതിനാൽ സൗര പദ്ധതി എന്ന് നാമകരണം ചെയ്തു. ഇ-കിരൺ എന്ന സൈറ്റും നിർമ്മിച്ചു. ekiran.kseb.in എന്ന സൈറ്റിൽ കയറിയാലും പദ്ധതിയുടെ വിവരം കിട്ടും. കേന്ദ്രത്തെ ഒഴിവാക്കിയെന്ന് മാത്രം. 1 കോടി കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. 75,000 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്.